കോൺഗ്രസ് വേദിയിൽ യൂത്ത് കോൺഗ്രസിനെതിരെ പരസ്യ വിമർശനവുമായി മുതിർന്ന നേതാവ് പി.ജെ. കുര്യൻ. സമരം ചെയ്യുന്ന എസ്.എഫ്.ഐയെ കണ്ടു പഠിക്കണം. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ടിവിയിൽ മാത്രമാണ് കാണുന്നത്. എന്നാൽ തെരുവിലെ സമരങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാർ ഉണ്ടെന്ന് പി.ജെ. കുര്യനെ അതേ വേദിയിലിരുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകി. പത്തനംതിട്ടയിൽ DCC സംഘടിപ്പിച്ച സമരസംഗമത്തിൽ KPCC അധ്യക്ഷനെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെയും വേദിയിലിരുത്തിയായിരുന്നു പി.ജെ. കുര്യന്റെ രൂക്ഷ വിമർശനം. സംഘടനാ പ്രവർത്തനം ടിവിയിൽ മാത്രം പോരാ, നാട്ടിലിറങ്ങി ആളെ കൂട്ടണം. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്റെ പേരെടുത്ത് പറഞ്ഞായിരുന്നു വിമർശനം. SFIയുടെ സർവകലാശാല സമരത്തെ പ്രശംസിക്കാനും കുര്യൻ മടിച്ചില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ ടി വിയിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട. ഒരു മണ്ഡലത്തിൽ 25 പേര് കൊണ്ടുവരും. തന്റെ നിർദ്ദേശം അവഗണിച്ചതോടെ കഴിഞ്ഞ തവണത്തെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് പി.ജെ. കുര്യൻ തുറന്നടിച്ചു. തന്റെ നിർദ്ദേശം കേട്ടിരുന്നുവെങ്കിൽ 3 സീറ്റിലെങ്കിലും ജയിക്കാമായിരുന്നുവെന്നും കുര്യൻ. സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചവരും അതിൻ്റെ പോളിസി തീരുമാനിച്ചവരും ആരോടും ആലോചിക്കാതെ, ഈ ജില്ലയിൽ ആരോടും ആലോചിക്കാതെ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കി. അനന്തരഫലം ഞാൻ പറഞ്ഞ ചെയ്തിരുന്നെങ്കിൽ 3 പേര് ജയിക്കുമായിരുന്നു. ഞാൻ ഇനിയും വേണമെങ്കിൽ ഒറ്റയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. വിമർശനത്തിന് അതേ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. കുടുംബസംഗമത്തിൽ യൂത്ത് കോൺഗ്രസുകാർ ഇല്ലെങ്കിലും തെരുവിലെ സമരങ്ങളിൽ ആളുണ്ടെന്ന് രാഹുൽ. ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടുന്ന് ആളുകൾ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, കുടുംബസംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞെന്ന് വരും. പക്ഷേ ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തും. KPCCയുടെ പുതിയ നേതൃത്വത്തെ വേദിയിലിരുത്തിക്കൊണ്ടുള്ള വിമർശനത്തിൽ പി.ജെ. കുര്യനെതിരെ ഒരു വിഭാഗം നേതാക്കൾ ഇതിനോടകം പാർട്ടിയെ അതൃപ്തി അറിയിച്ചതായാണ് വിവരം. 24 പത്തനംതിട്ട.